ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായതും വൈറലായതും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്കിടയിലും സാന്ദ്ര തോമസ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു. മമ്മൂട്ടി തന്നെ വിളിച്ചതും ആ കാര്യങ്ങൾ പറഞ്ഞതും അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ഒരു സപ്പോർട്ട് തനിക്ക് കിട്ടിയെന്നും പറഞ്ഞതും ഒക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ സംഭവങ്ങളായി. ഇതിനു പിന്നാലെ പല കാര്യങ്ങളും പല ഇന്റർപ്രിട്ടേഷനുകളും ആരാധകർക്കിടയിൽ നിന്നും പ്രേക്ഷകർക്കിടയിൽ നിന്നും വരികയുണ്ടായി. എല്ലാവരും മമ്മൂട്ടിക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പല പ്രേക്ഷകരും വന്നപ്പോൾ അവരെല്ലാം മമ്മൂക്ക ആരാധകരാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തു. മോഹൻലാലിന് എന്തായാലും ഒരു പോസിറ്റീവ് സൈഡ് കിട്ടിയ അവസരമാണല്ലോ. അപ്പോൾ മോഹൻലാലിനെ നെഗറ്റീവ് പറയാനുള്ള ആൾക്കാരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ആരോപണം മോഹൻലാലിനെതിരെ ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത പലരും എത്തിയത്. അതുപോലെ തന്നെ ചില പ്രേക്ഷകരും ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു. ഇതെങ്ങാനും മോഹൻലാൽ ആയിരുന്നെങ്കിലോ എന്നതാണ് അവരുടെ ചിന്ത. കാരണം അവർ പറയുന്നു, കേരളം ഇന്ന് കത്തിയേനെ. സവർണ ബ്രാഹ്മണിക്കൽ ഹിജാമണി, ഇടത് സാംസ്കാരിക നേതാക്കളുടെ കവിത, ന്യൂസ് ചർച്ച, പുരുഷ മേധാവിത്വത്തിന്റെ തിരുവനന്തപുരം ലോബി, നായർ മോഹൻലാൽ ക്രിസ്ത്യാനി സാന്ദ്രയ്ക്ക് എതിരെ ബ്ലാ 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 എന്നിങ്ങനെ പോകും ഓരോ ആൾക്കാരുടെയും വാക്കുകൾ. വേറെ എന്തൊക്കെ വന്നേനെ എന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ ആ കമന്റുകളിൽ വരുന്നതും കൂടെ ചേർത്താൻ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് അവരുടെ വാക്കുകൾ. ഇക്കയ്ക്ക് മത രാഷ്ട്രീയ പ്രിവിലേജ് ആവോളം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും മിണ്ടാതിരിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ ആലോചിക്കുകയാണ്. മോഹൻലാൽ ആയിരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നത്. ഇത് പറയാനും ആരെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു എന്നാണ് അവരുടെ വാക്കുകൾ. സാന്ദ്ര തോമസ് പറഞ്ഞത് ഇത് പറയാമോ എന്നെനിക്കറിയില്ല, പക്ഷേ എന്നാലും ഞാൻ പറയുവാണ്. എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു, എന്നോട് കേസുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, മമ്മൂക്കയുടെ മകൾക്കാണ് ഈ അവസ്ഥ വന്നത് എങ്കിൽ അവരോട് പ്രതികരിക്കരുത് എന്ന് പറയുമോ എന്ന്. അതിനുശേഷം ഞാനുമായി കമ്മിറ്റ് ചെയ്തിരുന്ന സിനിമയിൽ നിന്നും മമ്മൂക്ക പിന്മാറി എന്ന വാക്കുകളാണ് സാന്ദ്ര തോമസ് പറഞ്ഞത്. അതിനെ ന്യായീകരിച്ചും മറ്റുമായുള്ള നിരവധി പോസ്റ്റുകൾ പിന്നീട് വന്നിരുന്നു. മമ്മൂക്ക അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് പല ആൾക്കാരും പറഞ്ഞത്. കൂടാതെ മമ്മൂക്ക ഇതുപോലുള്ള പല പ്രശ്നങ്ങളിലും ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി അവർ പറയുകയാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇങ്ങനെ ചില വിരോധാഭാസങ്ങൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു തരികയായിരുന്നു മറ്റു ചില ആരാധകരും. മോഹൻലാൽ ആയിരുന്നെങ്കിൽ എന്നത്. എന്തായാലും ഒരു ഭാഗത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മോഹൻലാൽ ആയിരുന്നെങ്കിൽ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ തവണയും ഇതുപോലൊരു സംഭവം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു. നാഷണൽ അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്തതും. കാരണം മോഹൻലാലിന് നാഷണൽ അവാർഡ് നിഷേധിച്ചതിന്റെ അപ്പുറമൊന്നും ആർക്കും നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യങ്ങൾ അത് പല വേദികളിൽ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടെത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. 13 തവണ ഫൈനലിസ്റ്റിൽ എത്തിയ മോഹൻലാലിന് നാഷണൽ അവാർഡ് നിഷേധിക്കുകയുണ്ടായി എന്ന കാര്യമായിരുന്നു ആ പറച്ചിൽ. ഈ പറയുന്നതിനൊപ്പം തന്നെ ഇത്തവണത്തെ അവാർഡിൽ നിന്നും പൃഥ്വിരാജിനെ മാറ്റിയതും എന്ത് കാരണം കൊണ്ടാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. അത് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ഉർവശി. ഉർവശിയുടെ ഈ ബോൾഡ്നെസ്സിനെ കൈയടിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു കേട്ടത്. ആടുജീവിതം എന്ന സിനിമയും ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ പ്രകടനത്തെയും അവാർഡിൽ നിന്നും തഴഞ്ഞതിൽ നിരാശ പ്രകടിപ്പിച്ച് നിരവധി പേർ എത്തിയിരുന്നു. അവാർഡിന് പരിഗണിച്ച വർഷം മലയാളത്തിൽ നിന്നുള്ള മികച്ച എൻട്രിയായിരുന്ന ആടുജീവിതത്തെ ദേശീയ പുരസ്കാരത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി നിർത്തിയതിനെ കുറിച്ച് നടി ഉർവശി ഉൾപ്പെടെ മനസ്സ് തുറക്കുകയാണ്. എമ്പുരാൻ കാരണമാണ് പൃഥ്വിരാജിന് പുരസ്കാരം ലഭിക്കാതെ പോയതെന്നും അവാർഡുകൾ രാഷ്ട്രീയവൽക്കരിക്കാനാവില്ലെന്നും ഒരു അഭിമുഖത്തിൽ ഉർവശി പറയുകയും ചെയ്തു. ആടുജീവിതത്തിനെ എങ്ങനെയാണ് അവർക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞത്? നജീബിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളും ദുരിതവും അവതരിപ്പിക്കാനായി സമയവും പരിശ്രമവും നൽകി ശാരീരിക പരിവർത്തനങ്ങളിലൂടെയും കടന്നുപോയ ഒരു നടൻ നമുക്കുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം അവാർഡ് ലഭിക്കാതെ പോയതിന് എമ്പുരാനാണ് കാരണമെന്ന്. അവാർഡുകൾ രാഷ്ട്രീയവൽക്കരിക്കാനാവില്ല. ഉർവശി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം ആടുജീവിതത്തിന് അവാർഡ് ലഭിക്കാതെ പോയതിനെക്കുറിച്ച് സംവിധായകൻ ബ്ലെസ്സി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ആടുജീവിതം കണ്ട് ഇഷ്ടപ്പെടുകയും സിനിമയെ പ്രശംസിക്കുകയും ചെയ്ത ജൂറി ആശുതോഷ് ഖുവാരിക്കർ ഇപ്പോൾ സിനിമയെ തള്ളിപ്പറഞ്ഞത് തന്നെ അതിശയപ്പെടുത്തിയെന്ന് ബ്ലെസ്സി പറയുകയായിരുന്നു. പല കാറ്റഗറിയിലും അവാർഡ് കിട്ടാതെ പോയവരോട് കാണിക്കുന്ന നീതികേടാണ് അത് എന്നുള്ളത് കൊണ്ടാണ് താൻ ഇതിൽ പ്രതികരിക്കുന്നതെന്നും ബ്ലെസ്സി വ്യക്തമാക്കിയിരുന്നു. തെന്നിന്ത്യയിൽ നിന്നും സമർപ്പിച്ച പട്ടികയിൽ 14 കാറ്റഗറിയിൽ ആടുജീവിതം ഇടം പിടിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഒരു പുരസ്കാരം പോലും ഈ ചിത്രത്തിന് ലഭിച്ചില്ല. പിന്നാലെ ദേശീയ അവാർഡ് ജൂറിയുടെ നിലപാടിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു.